പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിതം നയിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉഷ്ണതരംഗം ഒക്കെയായിട്ട് പാമ്പുകളുടെ ഭയങ്കര ഒരു ഇത് നമുക്ക് അനുഭവപ്പെട്ടു. ഒത്തിരി പേര് ഇതായി. നമ്മുടെ വീടുകളിലുമൊക്കെ ഈ പാമ്പുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് ഈ യേശുക്രിസ്തുവിൽ ഒത്തിരി വിശ്വാസമാണ്. ഞാൻ ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരുപാട് പരിചയക്കാർ നമുക്ക് ഓരോ പ്രാർത്ഥനകളൊക്കെ നമുക്ക് നൽകാറുണ്ട്. നമ്മളും തിരിച്ചും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരു ടീച്ചറാണ്, സിസിലി ടീച്ചറാണ് എനിക്ക് ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്ക് ഈ അത്ഭുതങ്ങളുടെ ജപമാല പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യാറുമുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അത്ഭുതങ്ങളുടെ ജപമാലയിൽ പങ്കുകൊള്ളുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ അത്ഭുതങ്ങളുടെ ജപമാല കാണുന്നു. അപ്പം നമുക്ക് സമയം ചിലപ്പം കിട്ടാതെ വരും. എന്നാലും നമ്മൾ തുടങ്ങിയാലും നമ്മൾ പകുതി എപ്പോഴെങ്കിലും ആ ഒരു സമയം കിട്ടുന്നതനുസരിച്ച് അത്ഭുതങ്ങളുടെ ജപമാല കാണും. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതങ്ങളുടെ ജപമാല കൂടി, അതുപോലെ സുനിയാളുടെ നൊവേന, അതുപോലെ തന്നെ ലാസ്റ്റ് ആ സ്തുതിപ്പ്, ഈ ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുകൊണ്ടുള്ളൊരു സ്തുതിപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഈശോനെ ഇങ്ങനെ തൊട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. മോളെയും ഞങ്ങളെല്ലാവരും മാറി മാറി, ഹസ്ബൻഡും എല്ലാവരും ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ അത്ഭുതങ്ങളുടെ ജപമാല വെച്ച് പ്രാർത്ഥിച്ചപ്പം ഈശോയെ തൊടുമ്പോൾ എനിക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എന്താണ് ഇങ്ങനെ. അപ്പോൾ ഇടയ്ക്ക് പാമ്പ് ഇങ്ങനെ കാണാറുണ്ട്, കുളിമുറിയിലുമൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ നോക്കി, നമ്മുടെ ടോർച്ചൊക്കെ അടിച്ച് എല്ലാ സ്ഥലവും നോക്കി. അപ്പോൾ ഒന്നും കണ്ടില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ബാത്റൂമിൽ, ടോയ്ലറ്റിൻ്റെ അവിടെ, നമുക്ക് പുറത്താണ് ടോയ്ലറ്റ്. അപ്പം പുറത്ത് ഇങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാം നോക്കിയൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ബക്കറ്റ് ഉണ്ട്. അതിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു നിഴൽ പോലെ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി നിൽക്കണം. ഞാൻ ഓടി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഈ ജീവിതവും നമ്മുടെ ജോലി ആയിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ധനം ആയിക്കോട്ടെ, ഒന്നും നമ്മുടെ സ്വന്തമല്ല. എല്ലാം ദൈവം നമുക്ക് തരുന്നതാണ്. അപ്പം ദൈവം അറിയാതെ ഒന്നും വരികയില്ല. അപ്പം നമ്മൾ ദൈവത്തിൽ കൂടുതൽ തീഷ്ണത വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ യാചനകളും ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നില്ല, അല്ലെങ്കിൽ ദൈവം അറിയാതെ പോകുന്നില്ല. ദൈവത്തിലുള്ള ആശ്രയത്വമാണ് നമ്മളെ ഓരോ നിമിഷവും മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ ഒരു വിശ്വാസം, ദൈവത്തിലുള്ള ആഴമായൊരു വിശ്വാസം രൂപപ്പെടാനായിട്ടും ഒപ്പം തന്നെ നമ്മുടെ ഉള്ള തീഷ്ണത വർദ്ധിപ്പിക്കാനായിട്ടും ഈ ഒരു അനുഭവം എനിക്ക് സഹായകമായി. ഞാൻ ദൈവത്തോട് അനന്തകോടി നന്ദി പറയുകയാണ്. എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഈ പാമ്പ് ഇങ്ങനെ തല പൊത്തി ഉയർത്തിയത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇത് നമുക്ക് ദൈവം കാണിച്ചു തന്നു. ദിവ്യകാരുണ്യ രൂപത്തിൽ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ദൈവം കാണിച്ചു തന്നു. അതുപോലെ അപ്പോൾ ആ ഒരു ജാഗ്രത ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ് ഈശോ കാണിച്ചു തന്നത്. അപ്പം അതനുസരിച്ച് ഞാൻ നോക്കി. പക്ഷേ എന്നിട്ടും കണ്ടില്ല. എന്നിട്ട് പോലും ഒരു ചെറിയൊരു ഇരുട്ടുണ്ടായിരുന്നു. ബക്കറ്റിൻ്റെ മറവിലൊരു ഇരുട്ടിൽ ഈ ഒരു സംഭവം ഇങ്ങനെ എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത്, കാൽപാദത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം ഞാൻ എൻ്റെ ഈശോയെ മിശിഹായെ വിളിച്ച് ഞാൻ ഓടി. അപ്പോൾ എൻ്റെ ഈശോ എനിക്ക് നൽകിയ ആ സംരക്ഷണത്തെ ഓർത്ത് ഞാൻ അനന്തകോടി നന്ദി പറയുകയാണ്. കാരണം ഈ ജീവിതം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. ദാനമായി തന്നെയാണ് നമ്മുടെ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. അപ്പം ഒത്തിരി നന്ദിയോടെ ദൈവത്തിന് അനന്തകോടി നന്ദി പറയുകയാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ഓർത്ത്, യേശുവെ ആരാധന.